ഹലോ ഗൈസ്, ഇറ്റ്സ് മീ പാറുവാണ്. ഇന്ന് രാവിലെ തന്നെ ഒരുങ്ങിക്കെട്ടിയിട്ട് ഞാനൊരു ഇൻ്റർവ്യൂവിന് പോവാണ്. തിരൂരിനടുത്തുള്ള കല്ലിങ്ങൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ. സോ വടകരയിൽ നിന്ന് ട്രെയിനിനാണ് തിരൂരേക്ക് പോകുന്നത്. വടകര മാർക്കറ്റിൽ അത്യാവശ്യം തിരക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ സ്ഥിരമായിട്ട് ചെടിച്ചിട്ട് വാങ്ങുന്ന കടയാട്ടോ. അങ്ങനെ നിഴലും നോക്കി ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുതുക്കി പണിത റെയിൽവേ സ്റ്റേഷനിലേക്ക്. ഇത് പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നത്. എന്താ പറയുക, നല്ലൊരു എയർപോർട്ട് ലുക്കൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷന്. അങ്ങനെ ഞാൻ ചെന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ഞാൻ അരമണിക്കൂർ നേരത്തെയും ട്രെയിൻ 2 മിനിറ്റ് ലേറ്റും ആയിരുന്നു. അങ്ങനെ ട്രെയിൻ കയറി. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. കോഴിക്കോട് എത്തിയപ്പോഴാണ് സീറ്റ് കിട്ടിയത്. അപ്പോഴേക്കും തിരക്കൊക്കെ ഓൾമോസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കാഴ്ചകളൊക്കെ കണ്ട് തിരൂരെത്തിയതേ അറിഞ്ഞില്ല. തിരൂരിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പറ്റിക്കപ്പെട്ടു. ബസ് കയറിയപ്പോൾ ടിക്കറ്റും തന്നില്ല, എക്സ്ട്രാ ചാർജ് ചെയ്യുകയും ചെയ്തു. 2 സ്റ്റോപ്പ് മുന്നേ ഇറക്കി വിടുകയും ചെയ്തു. പിന്നീട് ഞാൻ ഓട്ടോയിലായിരുന്നു എനിക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. തിരൂരിലെ ബസ്സുകളിലൊന്നും ടിക്കറ്റ് കൊടുക്കുന്ന പതിവില്ല എന്ന് വളരെ വൈകിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഹോസ്പിറ്റലിലെത്തി കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചത്. ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അതിൻ്റെ ആശ്വാസത്തിന് ഞാനൊരു ബിരിയാണി കഴിക്കാൻ പോയി. ബിരിയാണി നല്ല സൂപ്പർ ബിരിയാണിയായിരുന്നു, അടിപൊളി ബിരിയാണിയായിരുന്നു. അതും കഴിച്ച് എനിക്കിനി പുത്തനത്താണി പോയി അവിടെ നിന്ന് ഡയറക്റ്റ് കോഴിക്കോട് ബസ്സിന് വേണമായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. ഞാൻ അതിന് ശേഷം വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം പുത്തനത്താണിയിലേക്കും എനിക്കിതേപോലെ ബസ്സിന് ടിക്കറ്റ് തന്നില്ല, മാത്രമല്ല എന്നെ 2 സ്റ്റോപ്പ് മുന്നേ ഇറക്കി വിടുകയും ചെയ്തു. ആ ഒരു ഡിപ്രഷനിലാണ് പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാതിരുന്നത്. അങ്ങനെ നേരെ കോഴിക്കോട് ബസ് കിട്ടിയപ്പോൾ വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ് ഉണ്ടായിരുന്നത്. പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.